ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. ചെറുപുഴ TSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. TSS സെക്രട്ടറി ഷീബ വർഗീസ് സ്വാഗതം ആശംസിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ബേബി മാങ്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ബോഡ്വിൻ അറക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. മുതിർന്ന അംഗങ്ങളായ മോളി നെടുമല, ഡെയ്സി മാളിയക്കൽ, ആലീസ് കുന്നംപുറത്ത് എന്നീ അംഗങ്ങളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആനിമേറ്റർ സിസ്റ്റർ സജീവ MSS ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ജോയിന്റ് സെക്രട്ടറി തോമസ് കൈപ്പനാനി നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് കേക്ക് മുറിക്കൽ ചടങ്ങും നടന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. വനിതാ ദിനമാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, വനിതാ ദിനമുണ്ട്, അപ്പോൾ അതിനൊരു ഓപ്പോസിറ്റ് ഒരു പുരുഷ ദിനമില്ലേ എന്ന്. ഇങ്ങനെ ഒരു ദിനമേ ആരും കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ വനിതകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നുവെങ്കിലും ചില കാലഘട്ടങ്ങളിലും ചില സമയങ്ങളിലും ചില രാജ്യങ്ങളിലും ചില സമൂഹങ്ങളിലും ചിലപ്പോൾ വേണ്ടത്ര എന്താ പറയുക, സ്ത്രീകൾക്ക് വേണ്ട ബഹുമാനം, ആദരവ്, അല്ലെ ആ സമൂഹത്തിൽ അവർക്ക് ഒരു നല്ല സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഇന്ന് കാര്യങ്ങൾ ഒരുപാട് മാറി. സമൂഹത്തിൻ്റെ എല്ലാ നിലയിലേക്കും വനിതകൾ കടന്നു വന്നു. ആ ഒരു പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. അതിനി ആർമി ആയാലും സയൻസിൻ്റെ മേഖലകളായാലും ഔട്ടർ സ്പേസിലെ കാര്യങ്ങളായാലും AI പോലുള്ള നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലായാലും അതിൻ്റെ പ്രവർത്തനങ്ങളിലായാലും സ്ത്രീകൾ അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. പലപ്പോഴും പുരുഷന്മാരെക്കാൾ അല്ല പുരുഷ സമൂഹത്തെക്കാളും ഉന്നതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ ഉള്ളിലും ഒരു വനിതയുണ്ട് എന്നുള്ളതാണ്. കാരണം അത് വനിതകളുടെ മാത്രമല്ല, പുരുഷന്മാരുടെ ഉള്ളിലും ഒരു വനിതയുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും പിന്നെ ആണുങ്ങൾ കരയുന്നത് അധികം പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ ആണുങ്ങൾ എങ്ങനെ കരയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുകൊണ്ട് ഒരു മാതൃത്വം എന്നുള്ളത് ഒരു പറയാത്തൊരു സത്യമാണ്. ആ സത്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കറിയാം, ബൈബിളിനകത്ത് തന്നെ വെച്ച് പറയാം, അതിനകത്ത് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് കാണിക്കുമ്പം അവിടെ ദൈവത്തിൻ്റെ മാതൃസ്നേഹമാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഓരോ അപ്പനിലും പ്രത്യേകമായിട്ട് മാതൃസ്നേഹമുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതിയിലായിരിക്കുകയില്ല പലപ്പോഴും പുരുഷന്മാർ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ചിലപ്പോൾ ഗാംഭീര്യത്തോടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗൗരവത്തോടെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നോക്കിയിട്ട് പറയുമായിരിക്കും, ഈ മനുഷ്യനൊരു സ്നേഹമില്ലല്ലോ എന്നൊരു ഡയലോഗ്. പക്ഷെ അങ്ങനെയല്ല, ചില അവസരങ്ങളിലാണ് ആ ഒരു മാതൃത്വം പുറത്തു വരുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വനിതാ ദിനത്തിൻ്റെ മംഗളങ്ങൾ വനിതകൾക്ക് മാത്രമല്ല നേരേണ്ടത്, മറിച്ച് പുരുഷന്മാരുടെ ഉള്ളിലുമുള്ള ആ ഒരു ചെറിയൊരു മാതൃത്വം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് അവർക്കും കൂടി നേരണമെന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മക്കൾ നല്ലവരാണ്, ശരിയാണ്, നമ്മുടെ മക്കൾ കംപ്ലീറ്റ് നല്ലവരാണ്. പക്ഷേ സാഹചര്യങ്ങൾ തീർത്തും ആ മക്കൾക്ക് എന്താ പറയുക, സപ്പോർട്ട് നൽകുന്ന ഒരു സാഹചര്യമേ അല്ല. കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം പല വിധത്തിലുള്ള മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ആണ്. ഈ അവൈലബിൾ എന്ന് പറയുമ്പം അത് പെൺകുട്ടിയെന്നോ ആൺകുട്ടിയെന്നോ ഒന്നും വ്യത്യാസമില്ല. ഈ കുട്ടികൾക്ക് മിഠായിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ജ്യൂസിൻ്റെ രൂപത്തിൽ ഒരു ജ്യൂസിൽ ഒരു ചെറിയ പൊടി കലക്കി കൊടുത്താൽ മതി. ഈ കൊച്ചിന് ഇതിൻ്റെ ഉള്ളിൽ ചെല്ലും. ഈ സാധനം ഒറ്റ പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അടുത്ത സമയം ഇത് കിട്ടിയില്ല എങ്കിൽ ഈ കുട്ടി വയലൻ്റ് ആവും. ഈ കുട്ടി അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. കാരണം നമുക്ക് മനസ്സിലായത്രയും അന്നത്തെ ദിവസത്തെ മനസ്സിലായത്, നമ്മുടെ സ്കൂളിൽ പോലും പിള്ളേർ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾക്കൊക്കെ പണ്ടൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ ഏതോ നാട്ടിൽ കിടക്കുന്ന പിള്ളേരുടെ കാര്യമോ പറയുന്നതെന്ന്. പക്ഷേ ഒരു നാട്ടിലുമല്ല, നമ്മുടെ സ്വന്തം ചെറുപുഴ നമ്മുടെ സ്കൂളുകളിൽ പോലും ഇതാ നടക്കുന്നത്. അപ്പം നിങ്ങൾ ശരിക്കും ജാഗ്രതയോടെ ഇരിക്കുക. നിങ്ങളുടെ മക്കൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മക്കളെ ചേർത്ത് പിടിക്കുക. പിന്നെ ഇന്ന് ലോകമെമ്പാടും അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇവിടെ പ്രസംഗിച്ചവരൊക്കെ ഒന്നും പറഞ്ഞ് നമ്മൾ കേട്ടതാണ്.
സമൂഹത്തിലും കുടുംബത്തിലും വനിതകളുടെ സ്ഥാനം ഏറ്റവും ഉയർന്നതാണ്. നമുക്കറിയാം, നമ്മൾ പണ്ട് മുതൽ സ്ത്രീ കുടുംബത്തിൻ്റെ വിളക്കാണ് എന്ന് പറയാറുണ്ടല്ലോ. സ്ത്രീ കുടുംബത്തിൻ്റെ വിളക്കാണെങ്കിൽ പല കുടുംബങ്ങൾ ചേർന്നാണ് സമൂഹം. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീ സമൂഹത്തിൻ്റെ വിളക്ക് കൂടിയാണ്. നമുക്കറിയാം, ഒരു അമ്മമാരുടെയൊക്കെ പ്രാധാന്യം കുടുംബത്തിൽ എത്രത്തോളം നമുക്കറിയാം. കാരണം ഒരു കൊച്ചുകുട്ടി ഉണ്ടാകുമ്പോഴേ അതിൻ്റെ ആത്മീയവും അതുപോലെ ഈശ്വരവിശ്വാസമൊക്കെ പറഞ്ഞു കൊടുത്ത് അവന് നല്ല ധാർമ്മികമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് കുടുംബത്തിലെല്ലാ ഒരു കുടുംബത്തെ പിടിച്ചു നിർത്തുന്നത് തീർച്ചയായിട്ടും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ്. അപ്പോൾ അവരെന്നും ആദരിക്കപ്പെടേണ്ടതാണ്. ഇത് മനസ്ത്രീകളൊക്കെ ഒരാൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, എത്ര നാരിസ്തു പൂജിതേ രമന്തേ പത്ര ദേവതാഹ എന്ന് പറഞ്ഞാൽ എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നു അവിടെ ദേവന്മാർ പോലും പ്രസാദിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ സ്ത്രീകളുടെ സമൂഹത്തിൽ സ്ത്രീകളോടുള്ള ആ ഒരു ബഹുമാനവും ആദരവും എന്നോ നഷ്ടപ്പെട്ടു പോയി. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG, കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 04985 242 140, മൊബൈൽ 6238 064141.